എടാ കുളത്ത് കുളിക്കാൻ പോകും എത്രയൊന്ന് നീന്തി ആത്മാവിച്ചിട്ട് ഞാനില്ലടാ കുളത്ത് കുളിച്ചപ്പോൾ നാളത്തേക്ക് ജലദോഷമായിരിക്കും. നീ ഒപ്പരം പാടാ ആടന്ന് വെറുതെ ഇരുന്നാ മതി കമ്പനിക്ക്. എന്നാ വരാം. എന്നാവാ ഇതായിട്ട് ഇങ്ങനെ മെസ്സേജ് കൊടുക്കുന്നത് ഹരി ഇത് നമ്മൾ ആ ഗ്രൂപ്പിൽ ശ്രീജോടനെ വന്നു. നീ വന്നാലും പിന്നെ നോക്കാം വന്ന കൊറേ പോയിട്ട് വാ. അമ്മേ ആ തോർത്തും കൊണ്ടെടുത്തേ. തോർത്താ എന്തിനീ? പിന്നെ തോർത്തെന്തിന് കുളിക്കാനല്ലാണ്ട് ഒന്ന് കുളത്ത് പോയിട്ട് കുളിച്ചിട്ട് വരട്ട് നിങ്ങൾ എടുത്തോണേ. എനിക്കൊന്നും വേറെ പണിയില്ല രഞ്ജി. ശരിക്കും നീന്താനും കൂടെ പഠിച്ചിട്ടില്ല, എന്നിട്ടായി പായിന്ന്. എടാ ശരിക്കും നീ നീന്താൻ പഠിച്ചിട്ടേ? ഞാൻ മലക്കമാറി നീ കണ്ടാ പോരെ. അമ്മേ നിങ്ങൾ നൊട്ടാ പറയാണ്ട് തോർത്തെടുത്തോണേ. പോണടാ പോണം. എന്താ തോർത്ത്? ഞാൻ പറയുന്നത് നീ കേൾക്കൂലല്ല, എന്തെങ്കിലും ആയിക്കോന്ന്. ഇവിടെ എന്തെന്നിട്ട് ഈ ശ്രീജോടൻ ഇങ്ങനെ വോയിസ് ഇട്ടോ കൊടുക്കുന്നു? അയാൾക്ക് ഭ്രാന്താണ്. നീ നടന്നേ പിന്നെ നോക്കാം. എന്ത് പാങ്ങട കാണാ. ഞാൻ അപ്പുറം തൊള്ളിട്ട് ഇപ്പുറം വന്നുണ്ടോ? പൊന്തണേ തൽക്കാൻ ഞാൻ ഇരിക്കാം. എടാ ശ്രദ്ധിക്കണേ. ആ ഞാനൊന്ന് നടുക്കേക്ക് വെച്ചുതരാ. ശ്രീജോടനെ കൊണ്ട് തോറ്റു. അയാൾ ഒടുക്കത്തെ മെസ്സേജ് എന്തൊക്കെ ചളി കോമഡി ആയിരിക്കും. ഭാര്യ അറിയുന്നുണ്ടോ? നീ നോക്കി ചിരിക്കാനാവോക്കാല. എന്തെന്നാ എന്നാ പറയുന്നത്? നിന്നെ മൊത്തം ചിരി കാണുന്നൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു ശ്രീജോടൻ ഇതാ ഗ്രൂപ്പിൽ എല്ലാരോടും ഞാൻ ഇന്നലെ കുളത്തുനിന്ന് കുളിക്കുമ്പം എന്റെ കാല് വെള്ളത്തിനടിയിൽ ആരോ വലിക്കും പോലെ തോന്നിനി. ഒന്ന് ശ്രദ്ധിച്ചോണേ എല്ലാരും. ഇതാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കല്ലേ.